فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. സൂറത്തുൽ ബഖറയിലെ 36-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഫഅഖ്റജഹുമാ മിമ്മാ, അവിടെ മീമിന്റെ മേലെ ഷദ്ദുണ്ട്, 2 ഖദ്ർ മണിക്കേണ്ടതാണ്. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ, മുസ്തഖർ എന്ന വാക്ക് വമതാഉമായി കൂട്ടിച്ചേർക്കുമ്പോൾ മണിക്കേണ്ടതാണ്. തൻവീന് ശേഷം, അതായത് ഇരട്ട ബമ്മിന് ശേഷം വാവ് വന്നു. വാവ് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തൻവീനിന്റെ സ്വരം അഥവാ സുക്കൂനുള്ള നൂനിന്റെ അതേ ശബ്ദം തന്നെ വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 36-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കുകയാണ്. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. ഇവിടെ ഈ 36-ാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വാക്കാർത്ഥങ്ങൾ ഫഅസല്ലഹുമ, എന്നിട്ട് അവരെ വ്യതിചലിപ്പിച്ചു, അശ്ശൈത്വാൻ പിശാച്, അൻഹ അതിൽ നിന്ന്, ഫഅഖ്റജഹുമ അങ്ങനെ അവൻ അവരെ പുറത്താക്കി, മിമ്മ യാതൊന്നിൽ നിന്ന്, കാന അവർ രണ്ടുപേരും ആയിരുന്നു, ഫീഹി അതിൽ, വഖുൽന നാം പറയുകയും ചെയ്തു, ഇഹ്ബിതു നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവിൻ, ബഅദുക്കും നിങ്ങളിൽ ചിലർ, ലിബഅദിൻ ചിലർക്ക്, അദുവ് ശത്രുവാണ്, വലക്കും നിങ്ങൾക്ക് ഉണ്ട് താനും, ഫിൽ അർളി ഭൂമിയിൽ, മുസ്തഖറും പാർപ്പിടം, വമതാഉൻ വിഭവവും, ഇലാഹീൻ ഒരു കാലം വരേക്കും. അപ്പോൾ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ സാരം, എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു, അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇവിടെ ആദം അലൈഹിസ്സലാമയെയും ഹവ്വ ബീവിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ താമസിപ്പിച്ച ശേഷം ഒരു പ്രത്യേക വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് അല്ലാഹു അവരെ വിലക്കിയിരുന്നു. അക്കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് അവർക്ക് ഒരു പരീക്ഷണമായിരുന്നു എന്നും ആ വൃക്ഷത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്തായിരിക്കണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുകയാണ്, എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. അഹങ്കാരവും അസൂയയും കാരണം കാലാകാലം ആട്ടപ്പെട്ടവനായി ശപിക്കപ്പെടുവാൻ ഇടവന്ന ഇബ്ലീസിന് ആദം അലൈഹിസ്സലാമയെ ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് സഹിക്കുവാൻ ഇബ്ലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദുരുപദേശങ്ങളും ദുഷ്പ്രേരണകളും നൽകിക്കൊണ്ട് ഇബ്ലീസ് അവരെ വലിയ അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ്.
ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുകയും അവരുടെ സ്വർഗീയ ജീവിതം അത് കാരണം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹ്, അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു എന്ന്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു അബി ഹാത്തിമിൽ നിന്നും ഉബയ്യ് ഇബ്നു ഖഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദം അലൈഹിസ്സലാമയുടെ രൂപത്തിന്റെ വിവരണവും മറ്റും പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ പറയുന്നത്, ആദം അലൈഹിസ്സലാം ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആവരണം നീക്കപ്പെടുകയും അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുഹ്യഭാഗങ്ങൾ വെളിവായതായാണ് ആദ്യമായി അദ്ദേഹം അനുഭവിച്ചത് എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഔറത്ത് കണ്ടപ്പോൾ അദ്ദേഹം ആ സ്വർഗത്തിൽ ഓടി നീങ്ങുകയും അദ്ദേഹത്തിന്റെ മുടി ഒരു മരത്തിന്മേൽ കുടുങ്ങുകയും ചെയ്തു. അപ്പോൾ ആ മരത്തിൽ നിന്ന് മുക്തമാകാൻ അദ്ദേഹം പരിശ്രമിക്കുമ്പോഴാണ് അർറഹ്മാനായ അള്ളാഹു ആദം നബി അലൈഹിസ്സലാമയെ വിളിക്കുന്നത്, യാ ആദമു മിന്നി തഫിറു, ഹേ ആദമേ നീ എന്നിൽ നിന്നും ഓടിപ്പോവുകയാണോ? ഫലമ്മാ സമിഅ കലാമ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ആ സംസാരം കേട്ടപ്പോൾ ഖാല, ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, യാ റബ്ബി ലാ വലാകിൻ ഇസ്തിഹ്യാ, അല്ല റബ്ബേ പക്ഷേ എനിക്ക് ലജ്ജയുണ്ട്, എനിക്ക് നാണം വരുന്നു എന്ന് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ് സഹോദരങ്ങളെ. അങ്ങനെ ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ശേഷം അവരുടെ സ്വർഗീയ ജീവിതം അത് കാരണം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത് ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ, അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു എന്ന്. ഇവിടെ ആദം നബി അലൈഹിസ്സലാമിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വഹീഹായി വന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സൂര്യൻ ഉദിച്ച നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാൾ വെള്ളിയാഴ്ചയാകുന്നു. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷം പറഞ്ഞു തരികയാണ്, ഫീഹി ഖുലിക ആദമു വഫീഹി ഉദ്ഖിലൽ ജന്നത വഫീഹി ഉഖ്രിജ മിൻഹാ, ആ ദിനത്തിൽ ആദം സൃഷ്ടിക്കപ്പെട്ടു, അന്ന് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ആ ദിവസം തന്നെ അതിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു എന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാമിയെയും അവരുടെ ഇണയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, ആദം നബി അലൈഹിസ്സലാമിയെ മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള ദഹന എന്ന സ്ഥലത്താണ് അവർ വന്നിറങ്ങിയത് എന്നും അതുപോലെ ഇന്ത്യയിലേക്കാണ് ആദം അലൈഹിസ്സലാം വന്നത് എന്നും ഹവ്വാ ബീവി ജിദ്ദയിലേക്ക് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ളയിലേക്ക് ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനൊന്നും ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസുകളിൽ നിന്നോ പിൻബലമില്ലാത്ത അഭിപ്രായങ്ങളാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സ്വീകാര്യയോഗ്യമായ ഒരു റിപ്പോർട്ടും ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയിട്ടുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ. എന്നാൽ ഇത് സംബന്ധമായി വന്ന ചില വഈഫായ ദുർബലമായ റിപ്പോർട്ടുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ ഇബ്നു അസാക്കിർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ താരീഖു ദിമഷ്കിൽ അദ്ദേഹം കൊടുത്ത ഒരു ഹദീസ്, അതിൽ ആദം അലൈഹിസ്സലാം ഇന്ത്യയിലേക്ക് ഇറങ്ങി വരികയും അദ്ദേഹം ഏകാഗിയായി കഴിയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മുഹദ്ദിസുകൾ ഈ ഹദീസ് വഈഫാണ് എന്ന് വിധി പറയുകയും ഇതിന് സമാനമായ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശോധിച്ചുകൊണ്ട് ഇമാം അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അതിന്റെ പരമ്പരകൾ വളരെ ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അത് പൂർവികരായ സലഫു സാലിഹ്യങ്ങളിൽ നിന്നും വന്ന അഭിപ്രായമാണ്. എന്നാൽ അതെല്ലാം അഹ്ലുൽ കിതാബുകാരിൽ നിന്നും, അതായത് വേദക്കാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അതിന്റെ റിപ്പോർട്ടുകൾ എന്താണ്? അത് സ്വഹീഹാണ്. പക്ഷേ അത് ഉദ്ധരിച്ചിട്ടുള്ളത് അഹ്ലുൽ കിതാബിൽപ്പെട്ട, അതായത് വേദക്കാരിൽപ്പെട്ട ആളുകളിൽ നിന്നാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും ഈ വിഷയത്തിൽ ഒന്നും നമുക്ക് അറിയിച്ചു തരാത്തത് കൊണ്ട് അത് സ്ഥിരപ്പെടുത്തുവാനോ അതിനെ നിഷേധിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നാണ്.
എന്നാൽ പണ്ഡിതന്മാർ പറയുകയാണ്, വേദക്കാരിൽ നിന്നും ഉദ്ധരിച്ച ഇത്തരം റിപ്പോർട്ടുകൾ തന്നെ പല അഭിപ്രായങ്ങളായി പരന്നു കിടക്കുകയാണ്. ഒരു ഏകീകരിച്ചുള്ള ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ ഇല്ല എന്നത് അതിന്റെ സ്വീകാര്യതയുടെ പ്രബലതയാണ് കളങ്കപ്പെടുത്തുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്നും ആദം അലൈഹിസ്സലാം ഇന്ത്യയിലേക്കും ഹവ്വാ ബീവി ജിദ്ദയിലേക്കുമാണ് വന്നത് എന്ന ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു രണ്ടാളുകളും ഇന്ത്യയിലാണ് വന്നിറങ്ങിയത് എന്നാണ്. ചില റിപ്പോർട്ടുകളിലുള്ളത് ആദം അലൈഹിസ്സലാം മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള ദഹ്നയിലാണ് വന്നത് എന്നാണ്. ചിലർ അഭിപ്രായപ്പെട്ടത് ആദം അലൈഹിസ്സലാം മക്കയിലെ സഫാ കുന്നിന്മേലും ഹവ്വാ ബീവി മർവാ കുന്നിന്മേലുമാണ് വന്നിറങ്ങിയത് എന്നാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും ഇന്ത്യയിൽ വന്നിറങ്ങിയപ്പോൾ കൈ നിറയെ ചില ഇലകളുമായിട്ടാണ് അവിടേക്ക് വന്നത് എന്നും അത് ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വിതറുകയും അങ്ങനെയാണ് അതിൽ നിന്ന് സുഗന്ധം പരത്തുന്ന വാസന തൈലം ഉണ്ടാക്കുന്ന മരങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി ലഭിക്കുവാൻ കാരണമായത് എന്നുവരെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. സഹോദരങ്ങളെ, ഇനിയും ധാരാളം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊന്നും വ്യക്തമായ അടിസ്ഥാനങ്ങളില്ലാത്ത വെറും അഭിപ്രായങ്ങൾ മാത്രമാണ് എന്നാണ്. വേദക്കാരിൽ നിന്നും ഉദ്ധരിച്ച വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇതെല്ലാം, ഒരു ഏകീകരണമില്ലാത്ത റിപ്പോർട്ടുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണ് എന്ന് അള്ളാഹുവിനെ അറിയാം, അള്ളാഹു അഅലം എന്ന് പറയുന്നതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമുക്കെടുക്കുവാൻ കഴിയുന്ന ഒരു നിലപാട്. ഇനി ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വളരെ ഗൗരവമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സഹോദരങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.